ഒന്നുമില്ല ഇന്ന്. വരുമായിരിക്കും. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബിനാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഞായറാഴ്ച ദിവസം പാട്ടുവിശേഷത്തിൻ്റെ ദിവസമാണ്. പാടാനും പാട്ട് ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമായിട്ട് നോക്കാം. മ്യൂസിക് തെറാപ്പിയുടെ ഒരു ഭാഗം. ഇന്ന് ഏറ്റവും പ്രിയങ്കരനായ ജോൺസൺ മാഷിനെയാണ് നമ്മൾ ഓർക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള അനേകം പാട്ടുകൾ നമുക്ക് വേണ്ടി നൽകിയ മാസ്റ്ററിൻ്റെ പാട്ടുകളിലൂടെ നമുക്കൊരു കൃത്യമായ അഞ്ജലി അർപ്പിക്കാം. അനേകം പാട്ടുകളുടെ ഒരു സമാഹാരം തന്നെ ഉണ്ട് മാഷിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. ഒത്തിരിയും നൊസ്റ്റാൾജിയായിട്ടുള്ള പാട്ടുകൾ നൽകിയ ഒരു വ്യക്തിയായിട്ട് വേണം നമുക്ക് കാണാൻ. മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖനായ സംഗീത സംവിധായകൻ. 1953 ജനിച്ച് 2011 ഓഗസ്റ്റ് മാസം 18 അദ്ദേഹം നമ്മളോട് വിട പറയുന്നത്. മലയാളത്തിലെ പ്രശസ്തരായ സംവിധായകർ ഭരതനും പത്മരാജനും സത്യ അന്തിക്കാടിനും ഒക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ സംഗീതം ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ജോൺസൺ മാഷ്. 2 തവണ ദേശീയ പുരസ്കാരവും 5 തവണ കേരള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് തന്നെ പറയുമ്പോൾ എത്രമാത്രം മനോഹരമായ ഒരു സംഗീത സംവിധാനമാണ് അദ്ദേഹത്തിലൂടെ ലഭിച്ചത്. തൂവാനത്തുമ്പികൾ, വന്ദനം, ചിത്രം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ജോൺസൺ മാസ്റ്റർ നൽകിയ പശ്ചാത്തല സംഗീതം വളരെയധികം പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുത്തു എന്നുള്ളതാണ്. ഈ ചിത്രങ്ങളെല്ലാം ചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പൂർവ്വ സൃഷ്ടികളാണ് എന്ന് തന്നെ വേണം നമുക്ക് ചിന്തിക്കാൻ. അദ്ദേഹത്തെ വെച്ച് പറയുമ്പം തൃശ്ശൂർ നെല്ലിക്കുന്നിൽ തട്ടിൽ ആൻ്റണി മേരി ദമ്പതികളുടെ മകനായിട്ടാണ് 1953 മാർച്ച് 26 ജനിക്കുന്നത്. തുടക്കം നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഗായക സംഘത്തിലെ പാട്ടുകാരനായിട്ടാണ്. അന്നത്തെ ഒരു പ്രത്യേകത അദ്ദേഹം സ്ത്രീ ശബ്ദത്തിൽ പാട്ട് പാടുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായിരുന്നു ജോൺസൺ മാഷ്. സെൻറ് തോമസ് തോപ്പ് സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. തുടർന്ന് സെൻറ് തോമസ് കോളേജിൽ നിന്നും തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്നും ധനതത്വശാസ്ത്രത്തിൻ്റെ ബിരുദം നേടി. തുടർന്ന് വയലിനിലേക്കാണ് അദ്ദേഹം പോയത്. പാശ്ചാത്യ ശൈലിയിൽ വയലിൻ അഭ്യസിച്ചു. 1968 കാലഘട്ടങ്ങളിൽ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന ഒരു ഗാനമേള ട്രൂപ്പ് ആരംഭിച്ചു. ഗായകൻ പി ജയേന്ദ്രനാണ് അദ്ദേഹത്തെ ജി ദേവരാജിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണിയാണ്. ഷാൻ, റെൻ എന്നിവർ മക്കളാണ്. അതിൽ റെൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പക്ഷേ അദ്ദേഹവും ഫെബ്രുവരി മാസം 2012 മരണപ്പെടുകയുണ്ടായി. മകളും ഗായികയായിരുന്നു. ആ സമയവും ഫെബ്രുവരി 5 2016 ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയുണ്ടായി. തുടർന്ന് ഭാര്യ ഇപ്പോൾ അർബുദബാധയുടെ ചികിത്സയിലാണ്. ഇനി ചലച്ചിത്ര രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ദേവരാജൻ മാസ്റ്ററുടെ സഹായത്താൽ 1974 ജോൺസൺ മാസ്റ്റർ ചെന്നൈയിലെത്തി. 1978 ആരവം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1981 ആൻ്റണി ഈസ്റ്റ്മാൻ്റെ സംവിധാനത്തിൽ സിൽക്ക് സ്മിത നായികയായി അഭിനയിച്ച ഇണയെ തേടി എന്ന സിനിമയിലെ ഗാനങ്ങൾക്കാണ് കൂടുതൽ പ്രാതിഥ്യം കിട്ടിയത്. ഒരു സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ കൃത്യം ചെയ്തു. തുടർന്നാണ് ഭരതൻ്റെ പാർവതി എന്ന ചിത്രത്തിന് ഇണം നൽകിയത്. പിന്നീട് കൈതപ്രം, സത്യനന്ദിക്കാട്, പത്മരാജൻ എന്നിവരോടൊപ്പമുള്ള ജോൺസൺ മാസ്റ്ററിൻ്റെ പ്രവർത്തനം തികച്ചും ശ്രദ്ധിക്കപ്പെട്ടു. പത്മനാഭൻ്റെ ചിത്രങ്ങളായ കൂടെവിടെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, നൊമ്പരത്തിപ്പൂവ്, അപരൻ, ഞാൻ ഗന്ധർവൻ
ഈ പാട്ടുകളുടെ എല്ലാം, ഈ സിനിമകളുടെ എല്ലാ പാട്ടുകളും നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് വേണം ഓർക്കാൻ. ദൃശ്യമാധ്യമത്തിലാണെങ്കിൽ കൈരളി ടി വിയിലെ ഗന്ധർവ സംഗീതം എന്ന് പറയുന്ന ഒരു സംഗീത മത്സര പരിപാടിയിൽ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രധാനമായും സംഗീത സംവിധാനം, പശ്ചാത്തല സംഗീതത്തിന് പൊന്തന്മാട എന്ന 1994 മമ്മൂട്ടിയുടെ ഒരു ചിത്രത്തിനാണ് ലഭിക്കുന്നത്. പശ്ചാത്തല സംഗീതം മറ്റൊരു മനോഹരമായ സിനിമയാണ് സുകൃതം 1995. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംഗീത സംവിധാനത്തിൻ്റെ തലത്തിൽ 1982 ഓർമ്മയ്ക്കായി, 1989 വടക്കുനോക്കി യന്ത്രം, 1999 2 സിനിമകൾക്കുണ്ട്, മഴവിൽ കാവടിയും അങ്ങനെ ഒരു അവധിക്കാലത്തും. പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം 2 സിനിമകൾക്ക് ലഭിച്ചു. ഒന്ന് സതയം 1992, പിന്നെ 1996 സലാപം. ജോൺസൺ മാസ്റ്ററും AR റഹ്മാനും കൂടെ ചേർന്ന് സംഗീതം നിർവഹിച്ച് 2004 പുറത്തിറങ്ങിയ കൺഗ്ലാൽ കെയ്സെ എന്ന തമിഴ് ചിത്രത്തിൽ തീക്കുരുവി എന്ന ഒരു ഗാനവും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും വളരെ പ്രത്യേകതകളുള്ള ഒരു പാട്ടിൻ്റെ ഈണങ്ങൾ നമുക്ക് സമ്മാനിച്ച വളരെ പ്രത്യേകത ഒരു വ്യക്തിയാണ്. അനേകം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ആ പാട്ടുകളെല്ലാം പലതും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. പ്രധാനമായും കുറച്ച് പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത പാട്ടുകളിലൂടെയൊക്കെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. അതിൽ കൃത്യമായിട്ട് ആ സംഗീത സംവിധാനത്തിൻ്റെ പ്രത്യേകതകളും നമുക്കൊന്ന്, ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ അറിയാത്തൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഈണം, ഒരു താളമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ ആദ്യമേ ഏറ്റവും പ്രസക്തിയിലേക്ക് എത്തിയ ഒരു പടമാണ് കൂടെവിടെ. എസ് ജാനകി പാടിയ ONV കുറുപ്പിൻ്റെ രചനയിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് പകർന്ന ഒരു മനോഹരമായ പാട്ടാണ് ആടിവാ കാറ്റ് പാടിവാ കാറ്റ്. ഈ പാട്ടാണ് നമ്മൾ ആദ്യമായി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലിയായിട്ട് അർപ്പിക്കുന്നത്. ഈ പാട്ട് നമുക്കൊന്ന് പാടി നോക്കാം. പറ്റുന്നവർ 2-3 വരി അല്ലെങ്കിൽ 4 വരി 8 വരി സൗകര്യം പോലെ. ഓക്കെ. അപ്പോൾ ഈ പാട്ട് ആരാണ് പാടുന്നത്? രമാദേവി മാം റെഡിയാണോ? ആടിവാ കാറ്റ് പാടിവാ കാറ്റ് ആയിരം പൂക്കൾ അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാ 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 ലാ. ഓക്കെ. അപ്പോൾ ആ പാട്ട് ആരും പാടിയില്ല. 2 വരി ഞാൻ 4 വരി പാടാം. എനിക്ക് എന്റെ കുഴപ്പമില്ല, പാടിക്കും. നല്ല പാട്ടല്ലേ, പെട്ടെന്ന് നമുക്ക് പാടാൻ പറ്റും. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം
പൊന്നൂഞ്ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരു മുറിവുകളിൽ തൂകും കുളിരമൃതായി ആടിവാ കാറ്റേ. താങ്ക് യു സർ. കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. രമാവതി മാം പാടും, അല്ലെങ്കിൽ ഞാനൊന്ന് എന്നാലും വലിയ പാടാം ഞാൻ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടം മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ഓക്കെ, ഇനി രമാവതി മാം പാടട്ടെ സാറേ. പഠിക്കും. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാതിരുമുറിവുകളിൽ തൂകും കുളിരമൃതമായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ, ചെല്ലക്കുറിഞ്ഞി പൂത്തു കിള്ളിക്കാടും പൂവിട്ടു, ചെല്ലക്കുറിഞ്ഞി പൂത്തു കിള്ളിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ, ആരോ പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദൂത ദൂതികേ വരൂ, നീ വരൂ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടം മന്ദാരപ്പൂക്കൾ നുള്ളിവാ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇനി വേറെ പാടാൻ പറ്റുന്നേ? രണ്ടുപേരി. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ, ആരു പാടും താരാട്ടിൻ ഏറ്റുപാടും സ്നേഹദൂതികേ വരൂ, നീ വരൂ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ഓക്കെ, ഇനി ആരാ? രണ്ടുപേരി, നാലുപേരി? സർ, ഞാനായോട്ടെ. ഷുവർ സർ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ, ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാടും മട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമർതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമർതായി,
കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ ലാലാ ലാ. ആടിവ കാറ്റേ പാടിവ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. താങ്ക് യു സർ. യെസ്. ഇനി ആരാ പാടുന്നേ? ഷെർലി മാം അഡ്മിറ്റ് ചെയ്താൽ മതി, ഞാൻ വിളിക്കാം. വേണുഗോപാൽ സാർ, ടോമി സാർ, വേണുഗോപാൽ സാർ. അടുത്ത് നോക്കാം. ഓക്കെ. പാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി. കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലലലാ ലലലാ. പാടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു. ആയിരം വർണ്ണജാലം ആടിപ്പാടും വേളയിൽ ആരോ പാടും താരാട്ടിൻ നീളം ഏറ്റുപാടും സ്നേഹദൂതികേ വരൂ. ആരോ പാടും താരാട്ടിൻ നീളം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ. നീ വരൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ആരുടെ ദൂതുമൊഴിപാടും മേഘമഞ്ചലിൽ ആരെ തേടി വന്നണഞ്ഞു നീ. ആടിമാസക്കാറ്റേ ദേവദൂതർ പാടും ഈ വഴി ഈ വഴി. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനും പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. താങ്ക് യു വെൽസ് മാം, വളരെ മനോഹരം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുന്നോ? രണ്ടുപേരി. ഇത് അത്ര പരിചയമില്ലേ പാട്ട്? ഈണത്തിന് പ്രശ്നമുണ്ടോ? ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ട്. ഇപ്പം അടുത്ത പാട്ട് സ്വർണ്ണമുകിലെ സ്വർണ്ണമുകിലെ സ്വപ്നം കാണാറുണ്ടോ. ഇത് പി ഭാസ്കറിൻ്റെ രചനയാണ്, ജാനകിയുടെ പാട്ടാണ്. ഇത് ഞങ്ങളുടെ കഥ, ജോൺസൺ മാഷിൻ്റെ സംഗീതം. ഇതാരാണ് പാടുന്നത്? സ്വർണ്ണമുകിലേ ഇത് വേണുഗോപാൽ സാറിന് പാടാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം. ആ, സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ.
നീയും സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി പിന്നിൽ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? താങ്ക് യു. ഒത്തിരി പ്രയാസം. ആ മതി സാർ, നല്ല ക്ലിയർ ആയത്. ആ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? ഓക്കെ, ആർക്കാണെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടുപേരി? ഞാൻ ആ, പാടാം രണ്ടുപേര്. ഓക്കെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ? താങ്ക് യു സർ. പറഞ്ഞോളൂ ടോമി സാർ, പഠിക്കും. എന്റെ ദൈവമേ, ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഉദ്യമം നടത്തിയിട്ടില്ല സാറേ. ഏതാണേലും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആരും കൂകയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഓക്കെ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങും സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? താങ്ക് യു. വെരി ഗുഡ് സാർ, വെരി ഗുഡ്. നല്ലൊരു അറ്റംപ്റ്റ്, വെരി ഗുഡ്. നല്ല പാട്ടാ, പക്ഷെ പാടി നല്ല പാട്ടാ. അതൊന്ന് ശ്രമിച്ചാൽ പാടാൻ കേട്ടോ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രമിച്ചാലേ സാധിക്കും. കുറെ പ്രാവശ്യം റിപ്പീറ്റ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യണം. എന്നാലും ശരിയാവുള്ളൂ. വർഷസന്ധ്യ വർഷസന്ധ്യ മാരിവെള്ളിൻ വരണമാല്യം തീർക്കുമ്പോൾ അത് വരുന്നില്ല, ശരിയായില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമോ? ആദ്യത്തെ രണ്ടുപേരും പാടട്ടെ. ആ.
ഇവിടെ നമ്മളൊരു ട്രിബ്യൂട്ടാണ്. ആർക്കാണ്? നമ്മുടെ ജോൺസൺ മാഷിന്. അതിലല്ലാതെ നമ്മുടെ ഈണത്തിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പാടി. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയം സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ വർഷസന്ധ്യ ആ, വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാല്യം തീർക്കുമ്പോൾ മൂകവേദന എന്നെ പോലെ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ താങ്ക് യു സാർ യെസ്, വെരി ഗുഡ്. ഇനി ആരോ രണ്ടുപേരി? ജോർജ് സാർ, വേണുഗോപാൽ സാർ പാടിയല്ലേ? ഷേർലി മാം, ശ്രീകുമാരി മാം, ആർക്കെങ്കിലും? ഓമന മാം ഒന്നും അനങ്ങുന്നില്ലല്ലോ. രണ്ടുപേരി? ഞാൻ പാടി 4 വരി. ഓക്കെ മാം പാടി. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊരു മനോഹരമായ പാട്ട് തന്നെയാണ്. നമുക്ക് നല്ല ഈണമുള്ള ഒരു പാട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് അദ്വൈതം എന്ന് പറയുന്ന സിനിമയിലെ എം.ജി. ശ്രീകുമാരനും ചിത്രയും കൂടെ കൂടുന്ന ഒരു പാട്ടാണ്. ഇത് എം.ജി. രാധാകൃഷ്ണൻ്റെ ആണല്ലേ? ഓക്കെ, നമുക്കിത് പാടാം. ജോൺസൺ മാഷിൻ്റെ വളരെ മനോഹരമായ ഒരു പാട്ടാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, സത്യനന്ദിക്കാടിൻ്റെ രചനയിൽ കെ ജെ യേശുദാസിലെ ഒരു പാട്ട്. ആരാ ഒന്ന് പാടുന്ന? ആദ്യം അറിയാവുന്നത് പാടി, ഈണമെന്ന് വരട്ടെ. ഷെർലി മാം പാടും. ഓക്കെ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ ആരുമില്ലാത്തവർക്കഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ കാരുണ്യമെന്നിൽ ചൊരിയണമേ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ
വിശ്വം കാക്കുന്ന നാഥ. താങ്ക് യു സാർ. താങ്ക് യു മാം. വളരെ മനോഹരമായ ഒരു പാട്ട്. ആർക്കെങ്കിലും രണ്ടുപേരും പാടാമോ? മാം പാടിയോ? നാഥ വിശ്വൈകനായക ആത്മാവിലെ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ ഇടയിൽ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയും, ഇടയിൽ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയും. ആരുമില്ലാത്ത ഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിൻ ആത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന അകലും സ്നേഹാംബരും നീ അറിഞ്ഞു എന്നും പരം അന്യരെങ്കിലും എന്റെ കണ്ണുനീർ, അന്യമാണെങ്കിലും എന്റെ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീഥിയിൽ. വിശ്വം കാക്കുന്ന വിശ്വൈകണയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന ഓക്കെ മാം. രമാവതി മാം പഠിക്കും. എനിക്കിത് അറിയില്ല, ഞാൻ രണ്ടുപേരും പാടാൻ ശ്രമിക്കാം. ഓക്കെ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. താങ്ക് യു സർ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലലിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയേണമേ, കാരുണ്യമെന്നിൽ ചൊരിയേണമേ. അകലാതെ അകലുന്നു സ്നേഹപരം, നീ അറിയാതെ പോകുന്നു എന്നും പരം. വിശ്വം കാക്കുന്ന നാഥ. താങ്ക് യു.
ഓക്കെ, ഇനി ടോമി സാർ പാടുവോ? അത് വേണോ ടോമി സാറേ? സാർ, ഓമന മാം. ഓക്കെ, അത് ടോമി സാർ പാടാമെങ്കിൽ പാടിക്കോ, എന്നിട്ട് ഓമന മാം പാടാം. ഓക്കെ സാറേ. ഞാൻ വേണമെങ്കിൽ ഒരു ഇടം പാടാം. ഗുഡ്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകദായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവക്കഭയം കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. ടോമി സാറേ നോക്കൂ. ഓക്കെ സാർ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. മതി, അടുത്തത് നോക്കാം സാർ. ഓക്കെ, ഓമന മാം വേണേ പഠിക്കൂ. വേറെ ആർക്കെങ്കിലും? ഓക്കെ. കേൾക്കുന്നില്ലല്ലോ. അൺമ്യൂട്ട് ചെയ്യൂ. സൗണ്ട് പ്രശ്നം. ഒന്നും കൂടെ. വിശ്വം കാക്കുന്ന നാഥ, വിജയികനായക, ആത്മാവിലെരിയുന്ന ആത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, കൈത്ത കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോ, ആരുമില്ലാത്തവർക്കഭയം നൽകും കാരുണ്യം എന്നിൽ ചൊരിയണമേ, കാരുണ്യം എന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിജയനായക, ആത്മാവിലെരിയുന്ന ആത്മചൈതന്യം നിറയ്ക്കൂ. താങ്ക് യു. ഞാനും 2 ലൈൻ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക,
ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിൻ ആത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈക നായക. താങ്ക് യു സർ. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാനുണ്ടോ? രണ്ടുപേരും നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ. ഓക്കെ പാടിക്കോ. യെസ്. ഒന്ന് കാണും. അതെ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാട്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഇത് കൈതപ്പത്തിൻ്റെ രചനയാണ്. കെ ജേതുദാസ് പാടി, സല്ലാപം എന്ന് പറയുന്ന സിനിമയിലെയാണ്. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാട്. ഇത് പാടാൻ എനിക്ക് രമാവതി മാമിന് പറ്റുമായിരിക്കും. ആരും നല്ലോണം പാടുന്നൊരാൾ പാടും ആദ്യം, അതിന് ശേഷം ട്യൂണൊക്കെ കഴിഞ്ഞാൽ പവന മാം പാടുമോ? ഒന്ന് പഠിക്കും. അൺമ്യൂട്ട് ചെയ്യും. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. ഓക്കെ, ഇനി ഒമന മാം അൺമ്യൂട്ട് ചെയ്തു. എൽസി മാം പാടുന്നുണ്ടോ? പാടിക്കുന്നു. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ, പൂന്തന്നലെ നിന്നിലെ ശ്രീ സുഗന്ധം എന്നോവലാളിൽ നിന്ന് നീ നൽകിയോ, പൂന്തന്നലെ നിന്നിലെ ശ്രീ സുഗന്ധം എന്നോവലാളിൽ നിന്ന് നീ നൽകിയോ, ഏകാകിനി വാതിൽ തുറന്നു എന്തെങ്കിലും പറയൂ, എന്നാലും നീ ചൊല്ലിയോ, ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമേ ഉറക്കമായോ, കണ്ടെങ്കിൽ ഞാൻ എന്നിലെ മുഖമെല്ലാം മാറോട് ചേർത്തു മെല്ലെ നോതിടും, നീ
ഓക്കെ, ഇനി ആർക്കെങ്കിലും രണ്ടുപേരും കാണണം? ശ്രമിക്കാം സാറേ. ആ, ഓക്കെ. ചന്ദനച്ചോലയിൽ മൗനിതീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറക്കമായോ, പൂന്തന്നലേ നിന്നിലെ ശ്രീ സുഗന്ധം എന്നോമലായി നിന്നു നീ. കിട്ടുന്നില്ല സാറേ, കുറേ ആയി ശ്രമിക്കാറ്, സോറി. ഓക്കെ, അപ്പം ഇന്ന് ഇതുപോലത്തെ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇത് ഒരു പാട്ടാണ്, മെല്ലെ മെല്ലെ മുഖമടം തെല്ലൊതുക്കി ഒരു മിന്നാമിനിങ്ങിൻ്റെ നിറമവട്ടത്തിൽ, അതുപോലെ തന്നെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി. ഇതൊക്കെ ഇത് പാടുന്ന വേണമെങ്കിൽ പാടി പാടുന്ന നോക്കാം. പാട്ടാ. കിരീടത്തിലെയാണ്. പാടി നോക്കാം. പാടി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈടം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, ആയിരം കൈ നീട്ടി നിന്നു ദൂരതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു, കനിവേഗമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു, ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു, ആരെയോ തേടി പിടഞ്ഞു. വരി കാണുന്നില്ല സാറേ, കാണുന്നില്ല വരി. സാറേ ഞാൻ ശ്രമിക്കട്ടെ. ഓക്കെ ശരി, താങ്ക് യു. അടുത്ത് രമാവതി. ഉണ്ണിക്കിനാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി, ആയിരം കൈ നീട്ടി നിന്ന സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു, കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു, ദൂരെ പുള്ളോർക്കുടം കേണിറങ്ങി. കണ്ണീർ
കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. താങ്ക് യു സാർ. ഓക്കെ, ടോമിസ് സാറ് നോക്കുന്നു. നോക്കാം സാർ. നോക്കിക്കോ, സാർ നമുക്കൊരു ഞാൻ ട്രിബ്യൂട്ട് നോക്കാം. അല്ലേ. ഓക്കെ. ഞാൻ പാടട്ടെ സാർ? ഒരു മിനിറ്റ്, ടോമിസ് സാർ ഒന്ന് പാടിക്കോട്ടെ, അതിനുശേഷം. ആ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളൂർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേഗമീ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളൂർക്കുടം പോലെ കേളുറങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഇനി പാടിയാൽ എല്ലാവരും ഇറങ്ങിപ്പോ സാറേ, മതി. മത്സരം നമ്മൾ വെരി ഗുഡ് അറ്റംപ്റ്റ്. കാരണം ഒരു ട്രിബ്യൂട്ടാണ്, നമ്മൾ പാട്ടിൻ്റെ ഓണങ്ങളോ അതിൻ്റെ ഈണോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അത് പാടാൻ കഴിയുമ്പം അതൊരു സന്തോഷം. ഓക്കെ, നെൽസമ്മ പാടിക്കും. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ പറഞ്ഞു, എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേഗമേ വെൺമേഘവും മഴനീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കേടുറങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ പറഞ്ഞു, എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോലയെന്തോ തിരഞ്ഞു, ആരെയോ തേടി പിടഞ്ഞു, കാറ്റും ഒരുപാട് നാളായി അലഞ്ഞു. പൂന്തന്നലിൻ
ഒരു പോൽ കിരീടം മറഞ്ഞു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. നമ്മുടെ ഞാൻ പാടട്ടെ സാറേ രണ്ടുപേരി? ഞാൻ പാടട്ടെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സങ്കടത്തിന്റെ ഒരു കണ്ണീരിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്, ഓർക്കാതിരിക്കാൻ വയ്യ. യെസ്, പാടിയോ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാടി ആയിരം കൈ നീട്ടി സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിൻ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ എന്തേ കുടം പോലെ തേങ്ങി. താങ്ക് യു സർ, താങ്ക് യു. ഓമന മാം കൂടെ പാടും. കണ്ണീർ പൂവിന്റെ കവിൾ തലോടി ഈണം രങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ പൂത്തും എന്തേ മറഞ്ഞു, എന്തേ പുള്ളോർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി തതന്റെ വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകി വെണ്മേളവും മഴീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർ കുടമ്പോ കേണുറങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ ആരു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ ഉള്ളോർ കുടം പോലെ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ പാട്ടുകൾ, ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ കുറേ ഓർത്തു. ഒന്ന് രണ്ട് പാട്ടുകളോടെ നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം. നമ്മളിപ്പോൾ ഏകദേശം സമയമായി. രാജഹംസമേ എന്നുള്ളൊരു പാട്ട്, അതുപോലെ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, കന്നിപ്പൂമാനം കണ്ടു നട്ട്, നീ നിറയൂ ജീവനിൽ, മഞ്ഞിൽ ചേക്കേറും മകരപക്ഷി, പിന്നെ ഏതോ ജന്മ, ഇത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെയാണ്, മോഹം കൊണ്ട് ഞാൻ ദൂരെ ഏതോ, പവിഴം പോൽ പവിഴാധാരം പോൽ, കുന്നുമണി ചെപ്പ് തുറന്നെണ്ണി നോക്കും നേരം. ഇങ്ങനെ അനേകം പാട്ടുകളാണ്. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ, ഇങ്ങനെ അനേകം പാട്ടുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ജോൺസൺ മാഷുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും
അത്ര അനുഗ്രഹീതനായ ആ ഒരു മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വേണ്ടി നൽകിയതിന് തീർച്ചയായിട്ടും നമുക്ക് നന്ദിയോടെ ഇരിക്കാം. ഞങ്ങളെല്ലാവരും പാട്ട് പാടി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്. ഞാനിടുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ട് ചുമ്മാ പാടുക, ഒരു പ്രിപ്പറേഷനോടുകൂടിയല്ല പാടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്ര മനോഹരമായി പാടി എന്ന് വേണം പറയാൻ. കാരണം ഈണം ഒന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പാടുന്ന പോലെയല്ല. നമ്മൾ ജോൺസൺ മാഷിൻ്റെ കുറേ പാട്ടുകൾ ഇട്ടു. ആ പാട്ടുകൾ നമ്മൾ സാറേ മെല്ലെ മെല്ലെ എന്നുള്ളത് ഒന്നിട്ടോ സാറേ. ഏതാ? മെല്ലെ മെല്ലെ നാലുപേര് പാടാൻ വേണ്ടിട്ട്. മെല്ലെ വന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെല്ലെ മെല്ലെ പാക്ക് ചെയ്ത് വെച്ചു. അതെവിടെയാ കാണുന്നില്ലല്ലോ. എവിടെ പോയി? അവസാനത്തെ 2-3 ഗാനങ്ങൾക്ക് മുമ്പിലാണ്. അതിന് മുമ്പില് സാറേ, ഇപ്പൊ പാടിന് മുന്നേ. മെല്ലെ മെല്ലെ തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. പരമാവധി ഒരു 4 വരി, അത് കഴിഞ്ഞ് നമുക്ക് നിർത്താം. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്ന, ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്ന, ആയർപ്പെൺകിടാവേ നിൻ പാൽക്കുടം തുളമ്പിയതായിരം തുമ്പപ്പൂവായിരിഞ്ഞ, ആയിരം തുമ്പപ്പൂവായിരിഞ്ഞ, മെല്ലെ മെല്ലെ മുഖപടം തെല്ലതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു സർ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു പാട്ട്, മറ്റൊരു ഗായകനെ കൂടെ ഈ മാസം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഗായകനല്ല, മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്. ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസവും ഈ മാസം തന്നെയാണ്. KP ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന് കുറേ പാട്ടുകളുണ്ട്, പ്രത്യേകിച്ച് മാനത്തെ കായലിൽ, തുമ്പപ്പൂ നാണിച്ചു, നീലനിശീതിനി, ആത്മവിദ്യാലയമേ, പ്രിയമുള്ളവളെ. അതെ അതെ അതെ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന്, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പാട്ടുകൾ ഒന്നോർത്തോളം നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരൂ. KP ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മരണം ഓഗസ്റ്റ് മാസം 10-ാം തീയതി. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ആ പാട്ടുകളിലൂടെ ഒന്ന് കടന്നു പോകാം. പാട്ടുകൾ ലിസ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഗ്രൂപ്പിലിട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ പാട്ട് എല്ലാവർക്കും പാടാൻ പറ്റിയല്ല, എല്ലാവർക്കും പാടാൻ പ്രയാസമാണ്.
അത് കുഴപ്പമില്ല. അങ്ങനെയല്ല, ചില നമുക്ക് പാട്ടൊക്കെ പാടാൻ പറ്റും. നമുക്കങ്ങ് എല്ലാ പാടാം. പാട്ടൊന്നും പാടാൻ പറ്റില്ല. അതിപ്പം അതിന് ഭംഗിയൊന്നും വേണ്ടല്ലോ, നമുക്കൊരു ട്രിബ്യൂട്ട് അല്ലേ. ഇല്ല നമുക്ക് വിരാഗരണം ഉണ്ടാക്കാം. ഇവിടെ അപ്പൊ എല്ലാവർക്കും സന്തോഷം, വളരെ സന്തോഷം. എല്ലാവരും നല്ലോണം പാടി. ഇന്ന് പ്രധാനപ്പെട്ട ശരിയാ. പാട്ടുകാരൊന്നുമില്ല, എങ്കിലും നമ്മൾ മനോഹരമായിട്ട് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. ശരി, ഓക്കെ. നന്ദി, നമസ്കാരം. സാധാരണ നമുക്കൊരു ഈണമൊക്കെ ഒന്നങ്ങ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് അറിയാതെ പാടണമെന്ന് തോന്നിപ്പോവായിരുന്നു അല്ലേ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഇന്ന് ഞാൻ ഒട്ടും പിന്നെ നോക്കിയില്ല, പ്രധാനപ്പെട്ട എനിക്ക് പാട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടാ സാറേ എനിക്ക് രണ്ടുപേര് പാടാനുള്ള ധൈര്യം ഉണ്ടായത്. പാടാനൊരു ഇല്ലെങ്കിൽ ധൈര്യം ഞാനിത് ചെയ്യല. വന്നല്ലേ. സാർ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഞാനിത് നോക്കണ്ട ചെയ്യല. സാറേ. ഇവിടെ ഇപ്പം നമ്മൾ ഈണം ഒന്നും നോക്കുന്നില്ല, നമ്മൾ വരികൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പാടാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ജോൺസൺ മാഷെ ഒന്ന് ഓർക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇത് അതൊരു ട്രിബ്യൂട്ടാണ്. മത്സരമൊന്നും അല്ലല്ലോ സാറേ. അല്ലല്ല, മത്സരം എന്നല്ല, അല്ല, നമ്മൾ ഏതാണേലും സാറിന്റെ പ്രോത്സാഹനം നല്ലതാണ്. ഒന്ന് ട്രൈ ചെയ്യാനായല്ലോ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്, സി യു. നാളെ Good നമുക്ക് night. Good night. Good മനോജ് night. സാറിൻ്റെ മൂന്നാമത്തെ സെഷൻ കേൾക്കാം. താവോയുടെ ബുക്കിൻ്റെ മൂന്നാമത്തെ പാർട്ട് നമുക്ക് കേൾക്കാം നാളെ വൈകുന്നേരം 7 മണിക്ക്. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്, ബൈ. Good night.